ഇപ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ രംഗം അതിപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പും ശേഷവും എന്ന് വേർതിരിക്കപ്പെടുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ വലിയ രീതിയിലൊരു ആയുധശേഷിയായി മാറുന്നു. നമ്മൾ സ്വന്തം നിലയിൽ ആയുധങ്ങൾ വികസിപ്പിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ആയുധങ്ങൾ ലോകവ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നു. ഇപ്പോൾ ഈ പ്രൊജക്ട് 18 എന്ന് പറയുന്ന നമ്മുടെ നാവികസേന, അത് ഓപ്പറേഷൻ സിന്ദൂറിൽ നാവികസേന പങ്കെടുത്തിട്ടില്ല, വ്യോമസേനയും കരസേനയുമാണ് അതിൽ ഭാഗമായത്. അപ്പോൾ നാവികസേന അതിൽ കൂടി ഇപ്പോൾ ചർച്ചാ വിഷയമാണ്. പൂർണ്ണമായ നവീകരണം, പുതിയ അന്തർവാഹിനികൾ, യുദ്ധക്കപ്പലുകൾ ഒക്കെ വരുന്നു. ഇപ്പോൾ ഈ പ്രൊജക്ട് 18 അത് വലിയ ചർച്ചയാണ്. ശരിക്കും എന്താണ് സംഭവം? ശരിക്കും പറഞ്ഞാൽ ഈ ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ആകെ മാറി മറിയുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രതിരോധ രംഗവും ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഏറ്റവും അധികം ഇപ്പം ശക്തിപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ നേവിയാണ്. ഇന്ത്യൻ നേവിയെ ശക്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സമുദ്രത്തിൽ ആധിപത്യം സ്ഥാപിക്കുന്നത് ഏത് രാജ്യമാണോ ആ രാജ്യത്തിനായിരിക്കും ലോകത്തെ നയിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാകുക എന്നാണ് പറയുന്നത്. അപ്പോൾ സമുദ്രം വാഴുന്നവൻ കര അടക്കി വാഴുമെന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ പ്രൊജക്ട് 18 എന്ന് പറയുന്ന ഒരു പദ്ധതിയിലേക്ക് കടക്കുന്നു. അതായത് ഇന്ത്യൻ നേവിയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടാകാത്ത തരത്തിൽ ഒരു വലിയ കൂറ്റൻ യുദ്ധക്കപ്പൽ നിർമ്മിക്കുന്നു. ഇതിൻ്റെ ലക്ഷ്യം 144 മിസൈലുകൾ വരെ വഹിക്കാൻ കഴിയുന്ന യുദ്ധക്കപ്പൽ. 144 നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. ബ്രഹ്മോസ് 15 പാകിസ്ഥാനിൽ പോയിട്ടാണ് അസീം മുനീർ രാഖ് രഹ്മാൻ ഓടി വന്നത്. അത്രയും വലുതെന്ന് പറയുന്നത് 1300 ടൺ. നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ വിശാഖപട്ടണം ക്ലാസ് ഡിസ്ട്രോയറുകൾ, അതാണ് നമ്മുടെ ഏറ്റവും വലുത്. അതിനപ്പുറത്തേക്ക് നമ്മളൊരു ലക്ഷ്യം വെക്കുക എന്ന് പറഞ്ഞാൽ 2028 ഇതിൻ്റെ ബ്ലൂ പ്രിന്റ് ഒക്കെ തയ്യാറാകുന്നത്. അപ്പോൾ എത്രയോ കാലമായിട്ട് നമ്മൾ ഈ പദ്ധതിയുടെ പുറകിലാണ്. അപ്പോൾ ലോകത്തിലെ നിലവിലുള്ള നാവിക ശക്തികൾ, ഇപ്പോൾ റഷ്യയും ചൈനയും ജപ്പാനും ഒക്കെ ഉള്ളതുപോലെ നാവിക ശക്തികൾ, അതിനോട് കിടപിടിക്കുന്ന ആധുനിക സാങ്കേതിക വിദ്യകളെല്ലാം നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തും. റഡാർ സംവിധാനങ്ങളെ കബളിപ്പിക്കാനുള്ള സംവിധാനവും നമ്മുടെ അത്യന്താധുനിക റഡാറുകൾ ഉൾപ്പെടുത്തും. അതുകൂടാതെ തന്നെ നമുക്ക് സമുദ്രത്തിനടിയിൽ മൈനുകൾ വിതറിയുള്ള ആക്രമണം ഇത് നടത്തും. അപ്പോൾ സമുദ്രോപരിതലത്തിൽ നമ്മൾ നിർമ്മിക്കുന്ന, അതായത് അന്തർവാഹിനിയല്ല, നിർമ്മിക്കുന്ന ഏറ്റവും വലിയ കപ്പൽ, ഏറ്റവും അത്യന്താധുനികമായ സൗകര്യങ്ങൾ, ഇതാണ് പ്രൊജക്ട് 18 പ്രത്യേകത. ശരിക്കും മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമ്മൾ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെയാണ്. നമുക്കറിയാലോ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയെക്കുറിച്ചൊക്കെ. സ്വാഭാവികമായിട്ടും നമ്മൾ തദ്ദേശീയമായി നിർമ്മിക്കുന്ന പാർട്സ്, സിസ്റ്റംസ്, ഘടകങ്ങൾ ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു ഷിപ്പ് നിർമ്മാണവുമായിട്ട് പോകുന്നു. ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള അത്യന്താധുനിക ക്രൂയിസ് മിസൈൽ ഉപയോഗിക്കുന്നു, തദ്ദേശീയമായി നിർമ്മിച്ച മറ്റ് മിസൈലുകൾ ഉപയോഗിക്കുന്നു. ഇതെല്ലാം കൂടെ വെക്കുന്നതിനപ്പുറത്തേക്ക് 250 കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ നിന്നുള്ള ബാലിസ്റ്റിക് മിസൈലുകളോ വ്യോമാക്രമണങ്ങളോ ഉണ്ടായാൽ അതിനെ തടയാൻ പോലും ഈ പറയുന്ന നമ്മുടെ പുതിയ യുദ്ധക്കപ്പലിന് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആശയമായിട്ട് പോയി കഴിഞ്ഞാൽ ലോകത്തിന് മുന്നിൽ നമുക്ക് എന്നും ഒന്ന് തലയെടുപ്പോടെ അങ്ങനെ നിൽക്കാൻ സാധിക്കും. എന്തുകൊണ്ട് അങ്ങനെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ പാകിസ്ഥാനുമായിട്ടുള്ള ഈ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് കറാച്ചി ലക്ഷ്യമായിട്ട് നമ്മുടെ യുദ്ധക്കപ്പലെല്ലാം സജ്ജമായിരുന്നു. പക്ഷേ നമ്മൾ അവരുടെ വ്യോമതാവളങ്ങളും ഭീകര കേന്ദ്രങ്ങളൊക്കെ ആക്രമിച്ചതിന് ശേഷം പെട്ടെന്ന് ട്രംപ് ഇടപെട്ടിട്ട് ഇത് അവസാനിപ്പിക്കുകയായിരുന്നു. നമുക്ക് ട്രംപ് ഇടപെട്ട് അവസാനിപ്പിച്ചു എന്നുള്ള ട്രംപ് പറഞ്ഞിട്ടാണ് പിന്നെ ഒരു ചർച്ച വന്നത്, അല്ലാതെ ഞാൻ പറഞ്ഞിട്ട് നിർത്തി എന്നുള്ള അർത്ഥത്തിലല്ല. ട്രംപ് ഇതിൻ്റെ ട്രംപിൻ്റെ ലക്ഷ്യം അറിയാലോ, അമേരിക്കയ്ക്ക് വ്യോമത്താവളം പാകിസ്ഥാനുള്ളുണ്ട്, അവരുടെ വിമാനങ്ങൾ ഉൾപ്പെടെ തകരുമെന്നായ ഘട്ടത്തിലാണ് ഇവരിടപെട്ടത്. അപ്പോൾ ഇത്തരത്തിലൊരു നീക്കം നടത്തിയില്ലായിരുന്നെങ്കിൽ അടുത്ത ആക്രമണം നമ്മളുടെ നേവിയുടെ ആയിരുന്നു. അപ്പോൾ കരസേന അവിടെ ഒരു റോള് വഹിച്ചു, വ്യോമസേന റോൾ വെച്ചു, പക്ഷേ നാവികസേന റോൾ വഹിച്ചില്ല. അതിനു മുമ്പ് നമ്മൾ അഗ്നി, പൃഥ്വി ഉൾപ്പെടെയുള്ളവയൊക്കെ അവിടെ പരീക്ഷിച്ച് നോക്കിയിരുന്നു കടലിനുള്ളിൽ തന്നെ. അപ്പം നേവി അറ്റാക്ക് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. നമ്മുടെ നേവിയും കൂടെ അറ്റാക്ക് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് പാകിസ്ഥാൻ്റെ ഏതാണ്ട് 50% ഒരുപക്ഷെ ഇല്ലാതായിപ്പോയനെ. അങ്ങനെ ഒരു നീക്കം നമ്മുടെ നേവിക്ക് നടത്താൻ പറ്റില്ലേ? അല്ല, ഇതിനു മുമ്പ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടായപ്പോഴും നേവി നടത്തിയൊരു ഓപ്പറേഷൻ അറ്റാക്ക് ആയിരുന്നില്ല. അവർ ഈ സമുദ്രമേഖലയിൽ അങ്ങ് നിലയുറപ്പിക്കുക. പാകിസ്ഥാനിലേക്ക് വരുന്ന ചരക്ക് നീക്കം കംപ്ലീറ്റ് അങ്ങ് നിശ്ചലമായി. അങ്ങനെ പാകിസ്ഥാൻ വലിയൊരു സമ്മർദ്ദത്തിലായി. അങ്ങനെ ഒരു നടപടിയാണ് സ്വീകരിച്ചത്. അതിന് ഒരു പേരിട്ട്, ഒരു ഓപ്പറേഷൻ പേരിട്ടാണ് അങ്ങനെ പേര് വിളിച്ചത്. ഇനി ഈ മേക്ക് ഇൻ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞല്ലോ. ഈ മേക്ക് ഇൻ ഇന്ത്യയുടെ പ്രസക്തി ഇപ്പോൾ അമേരിക്ക F-35 വിമാനങ്ങൾ വലിയ കൊട്ടിഘോഷിക്കുന്നുണ്ടല്ലോ. അവർക്കൊരു കളിപ്പീര് പറ്റിയായിരുന്നു. കാര്യം ഈ വിമാനത്തിൻ്റെ നിർണായക യന്ത്രഭാഗത്തിൻ്റെ ഒരു സാമഗ്രി മെയ്ഡ് ഇൻ ചൈനയാണ്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അല്ല, രസം എന്താ വെച്ചാൽ ഇപ്പോൾ അമേരിക്ക ചൈനയ്ക്ക് വലിയ ഉപരോധം ഏർപ്പെടുത്തിയല്ലോ, വ്യാപാര യുദ്ധം ഏർപ്പെടുത്തി. അങ്ങനെ പ്രശ്നമുണ്ടായി, ചൈന നിർമ്മിത സാധനങ്ങൾ വേണ്ട. അതിൻ്റെ കാരണം ഇപ്പോൾ F-35 പ്രൊഡക്ഷൻ പ്രതിസന്ധിയിലാണെന്നാണ് പറയുന്നത്. ഈ സാധനം ഇവിടുന്ന് കിട്ടിയിട്ട് വേണ്ടത് ഉണ്ടാക്കാൻ. അപ്പോൾ അപ്പോഴാണ് നമ്മൾ ഈ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ആ ആശയത്തിൻ്റെ പ്രസക്തി വരുന്നത്. കാര്യം ഈ പ്രതിരോധ വിദഗ്ധർ പറയുന്നത് നമ്മൾ ഒരു നിർണായകമായൊരു പ്രതിരോധ സാമഗ്രിയുടെ പൂർണ്ണ സജ്ജീകരണം എല്ലാം, അതിൻ്റെ ടെക്നോളജി അടക്കം ഇന്ത്യൻ നിർമ്മിതമായിരിക്കണം, ഇന്ത്യക്കാർക്കുള്ളതായിരിക്കണം. അല്ലെങ്കിലുള്ള കുഴപ്പം, കാര്യം ഇതിൻ്റെ രഹസ്യങ്ങളൊക്കെ മറ്റൊരു രാജ്യത്തിന് അറിയാൻ പറ്റും. അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു അപ്ഗ്രഡേഷനോ അതിൻ്റെ മറ്റേതെങ്കിലും ഒരു സാധനം ശരിയാക്കാനുണ്ടെങ്കിൽ നമുക്ക് ആ രാജ്യത്തിൻ്റെ സൗകര്യത്തിനായി കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ അത്തരം കാര്യം. പിന്നെ അതുമാത്രമല്ല,
ഈ പ്രതിരോധ സാമഗ്രികൾക്കാണ് ഏറ്റവും വലിയ പണം മുടക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഈ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ആശയം വരുമ്പോൾ നമ്മൾ മറ്റു രാജ്യത്തു നിന്ന് വാങ്ങിക്കുന്നതിൻ്റെ പകുതി വിലയ്ക്ക് നമുക്ക് ഈ സാധനം സ്വന്തം നിലയിൽ ഉണ്ടാക്കാൻ പറ്റും. ഈ തേജസ് വിമാനങ്ങളും അതുപോലെ തന്നെയല്ലേ, അതെ തദ്ദേശീയമായിട്ടല്ല? തീർച്ചയായിട്ടും. അന്ന് അമേരിക്ക നമുക്ക് പണിഞ്ഞ അമേരിക്ക നമുക്ക് ഒരു എഞ്ചിൻ തരണം, അതായത് ജനറൽ ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന കമ്പനിയാണ്. അന്ന് ജോ ബൈഡന്റെ ഭരണകാലം. അന്ന് നമ്മളുമായിട്ട് അത്ര നല്ല ടേംസ് അല്ല. അതുകൊണ്ട് പറഞ്ഞു ടേംസ് ആണെന്ന് അല്ലെ തുടക്കത്തിൽ ഈ ട്രംപ് അങ്ങനെ ഈ പ്രശ്നമായിട്ട് നമുക്ക് എഞ്ചിൻ തരാതിരുന്നപ്പോൾ നമ്മൾ ട്രംപുമായിട്ട് ബന്ധപ്പെട്ടു. അന്ന് ട്രംപ് ഇടപെട്ടപ്പോൾ എളുപ്പം എഞ്ചിൻ വന്നു. അന്ന് പറഞ്ഞ് എഞ്ചിന്റെ 7 ഇഞ്ചിന്റെ സ്ക്രൂ കിട്ടിയില്ല, 3 ഇഞ്ചിന്റെ ഗ്രീസ് കിട്ടിയില്ല, ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു നിസ്സാര കാരണങ്ങൾ പറഞ്ഞാണ്. അവർ പറഞ്ഞു ഇത് സൗത്ത് കൊറിയയിലാണ് അതിന്റെ പാർട്സ് ഉണ്ടാക്കുന്നത്, സൗത്ത് കൊറിയൻ ജംഗ്ഷനിലെ കട തുറന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയതായിരുന്നു. പക്ഷേ ട്രംപ് വന്നപ്പോൾ നമ്മൾ ഈ കാര്യം ഔദ്യോഗികമായിട്ട് അമേരിക്കയെ അറിയിക്കുകയും നിങ്ങൾക്ക് മേൽ ഞങ്ങൾ പിഴ ചുമത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ ട്രംപ് ഇടപെട്ട് എന്താ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ തന്നെ. ഇവിടെ ഇപ്പോൾ എന്താ പറയുക, ഈ കപ്പൽ ഇവിടെ നിർമ്മിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം അമേരിക്കയ്ക്ക് ഒരു വലിയ ഭീഷണിയാണ്. നേരത്തെ നമ്മളുടെ ടോക്കി പറഞ്ഞിരുന്നു, റഷ്യക്ക് നേരെ അന്തർവാഹിനികളൊക്കെ അമേരിക്ക കടലിൽ വിന്യസിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇത്തരം ഒരു ഡിസ്ട്രോയർ എടുത്ത് അവതരിപ്പിച്ചാൽ ഇതിനകത്ത് 144 മിസൈൽ ഞാൻ പറഞ്ഞു, അതിൽ 32 എണ്ണം എന്ന് പറയുന്നത് സമുദ്രം വഴിയുള്ള ആക്രമണങ്ങളെ തടയാൻ, ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണ ഭീഷണി ഉണ്ടെങ്കിൽ മുൻകൂട്ടി കണ്ടിട്ട് അതിനെ പ്രതിരോധിക്കാനും വാണിംഗ് അലാമൊക്കെ നൽകാനുമുള്ളതാണ്. ഇനി ഒരു 64 എണ്ണം ഉണ്ട്. അത് 250 കിലോമീറ്റർ ദൂരപരിധിയിൽ നിന്ന് ഏതെങ്കിലും വിമാനത്തിൽ ആക്രമണം നടത്താൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ ബാലിസ്റ്റിക് മിസൈൽ, നമുക്കറിയാം ഒരു സ്ഥലത്ത് നിന്ന് കപ്പലിനെ ലക്ഷ്യമാക്കി വിടുന്ന ബാലിസ്റ്റിക് മിസൈൽ തടയാൻ പോലും പറ്റില്ല, അതിനെ പോലും പ്രതിരോധിക്കാൻ കഴിയുന്ന സംവിധാനം. അങ്ങനെയുള്ള 144 VLSകളാണ് നമ്മൾ ഇതിനകത്ത് സജ്ജമാക്കിയിരിക്കുന്നത്. അപ്പം ബ്രഹ്മോസ് മിസൈലിന് ഇനി നമ്മളിത് സജ്ജമാക്കിയത് മാത്രമല്ല, ബ്രഹ്മോസിൻ്റെ അപ്ഡേഷൻ ഉണ്ട്, ബ്രഹ്മോസ് 2. അത് സജ്ജീകരിക്കാൻ വേണ്ടിയിട്ട് 8 ലോഞ്ച് ചെയ്യാനുള്ള പാടുകൾ വരെ നമ്മൾ ഈ കപ്പലിൽ സജ്ജമാക്കുന്നു. അപ്പം നമ്മൾ മുൻകൂട്ടിയുള്ള ഒരു കാഴ്ചപ്പാട് എത്ര വലുതാണ്. അപ്പം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി എന്ന് പറയുന്നത് ലോകത്തെ ഞെട്ടിക്കാൻ കഴിയുന്ന ആയുധങ്ങൾ നിർമ്മിക്കാനും അതുപോലെ തന്നെ പ്രതിരോധ സംവിധാനങ്ങളെ നവീകരിക്കാനും വേണ്ടി നമ്മുടെ പദ്ധതിയാണ്. ഈ പദ്ധതി ഏതാണ്ട് 90% വിജയമാണ്. ഇതാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പം നമ്മുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ, നമ്മുടെ ഗവേഷണ വിഭാഗം, ഇവരാണ് ഇത് നിർമ്മിക്കുന്നത്. ഒപ്പം നമ്മുടെ ബെല്ലിൻ്റെ ഒരു ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, അവരുടെ ഒരു പൂർണ്ണ പങ്കാളിത്തമുണ്ട്. അങ്ങനെ ഇവരുടെ പൂർണ്ണ പങ്കാളിത്തത്തോടെ നിർമ്മിക്കുമ്പോൾ അതിലെ പാർട്സ് മുഴുവൻ നമ്മുടേതാണെങ്കിൽ, ഇപ്പം പ്രേംലാൽ പറഞ്ഞ പോലെ ചൈനയുടെ പാർട്ട് ഒറ്റ ഒരു സാധനം കൊണ്ടാണ് F-35 പടം തീർത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ വിശ്വസിക്കണം. ഇത് തന്നെയാണ് തേജസ് യുദ്ധവിമാനം നിർമ്മിച്ചപ്പോൾ നമുക്ക് പറ്റിയത്. കാരണം നമുക്ക് സ്വന്തമായിട്ട് വിമാനത്തിൻ്റെ എഞ്ചിൻ നിർമ്മിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ട് നമ്മൾ അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്തു, അതിന് വേണ്ടിയിട്ടുള്ള പണവും കൊടുത്തു. പക്ഷേ അവർ പല കാരണങ്ങൾ കൊണ്ട് ഈ എഞ്ചിൻ തരാൻ വൈകിപ്പിച്ചു. 404 F404 അതാ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ അപ്ഡേഷൻ ഉണ്ട്. അതായത് തേജസ് 2 അതിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് 414 F414 അതും തരാനായിട്ടുള്ള കരാറും നമ്മൾ ഏർപ്പെടുത്തി. പക്ഷേ ഇതുവരെ 404 പോലും തരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമ്മളിനി തദ്ദേശീയമായിട്ട് എഞ്ചിൻ നിർമ്മിക്കാനും തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ സ്വന്തമായിട്ട് യുദ്ധവിമാനം, ഇപ്പോൾ ഡിസ്ട്രോയറുകൾ, ഇനി അന്തർവാഹിനികൾ, അങ്ങനെ നമ്മൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ലോകത്തിലെ വൻ ശക്തിയായിട്ട് മാറുകയാണ്. ഇതാണ് അമേരിക്കയ്ക്ക് എന്നും കണ്ണുകടി ഉണ്ടാക്കുന്നത്. ഒരു സംശയം വേണ്ടല്ലോ. ഇപ്പോൾ വ്യാപാരത്തിൽ നമുക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്നത് ഇതേ കാര്യം തന്നെയല്ലേ? ഉറപ്പായിട്ടും. കാര്യം ഇപ്പോൾ ചൈനയും ഇന്ത്യയായിട്ട് ഏതാണ്ട് സൗഹൃദത്തിലാണ്. അപ്പോൾ പിന്നെ പാകിസ്ഥാനുമായിട്ട് ചങ്ങാത്തത്തിലാകാന്നുള്ള നിലപാടിലാണ് അമേരിക്ക ഉള്ളത്. അതെ. ഇപ്പോൾ എന്തായാലും ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഡിസ്ട്രോയറുകൾ ഒന്നായിരിക്കും നമ്മൾ നിർമ്മിക്കുന്നത്. ഇതിപ്പോൾ പറയുന്നത് ഈ മസഗോൺ ഡോക്ക് ഷിപ്പ് എന്ന് മറ്റേ ഗോവയിൽ ബോംബെയിൽ അവിടെയാണ് ഇത് നിർമ്മിക്കുന്നത്. ഒപ്പം ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സിൻ്റെയും സംയുക്ത സഹകരണം ഉണ്ടാകും. എന്തായാലും 2035 ആകുമ്പോഴേക്കും നമ്മുടെ യുദ്ധക്കപ്പലുകളുടെ എണ്ണം 175 എത്തിക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ നേവിയുടെ പ്രഖ്യാപിത ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പതുക്കെ നടന്നു കയറുന്നു. ഇന്ന് വരെ നമ്മൾ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ നിർമ്മിക്കുന്നു. ഒപ്പം ലോകത്തെ മറ്റ് നേവികളോട്, മറ്റ് നാവിക ശക്തികളോട് കിടപിടിക്കാൻ കഴിയുന്ന ഒരു വളർച്ചയിലേക്ക് നമ്മൾ മുന്നേറുന്നു. എന്ന് പറഞ്ഞാൽ 2030കളിൽ എത്തുമ്പോഴേക്കും നമ്മൾ ഈ യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുമെന്ന് മാത്രമല്ല ഇതിൻ്റെ പ്രൊഡക്ഷനും ആരംഭിക്കുമെന്ന് വെച്ചാൽ വിതരണ ശൃംഖലയിലേക്ക് നീങ്ങാനുമുള്ള പ്ലാൻ ഇടുന്നുണ്ട്. അപ്പോൾ വീണ്ടും നാവിക മേഖലയിൽ നമ്മൾ ഒരു അജയ്യരായി മാറുന്ന കാര്യത്തിൽ സംശയം വേണ്ട, അല്ലേ?